എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് നവരത്നങ്ങളെക്കുറിച്ച് പഠിക്കാം. നമ്മളെല്ലാവരും പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് രത്നങ്ങളെക്കുറിച്ചും നവരത്നങ്ങളെക്കുറിച്ചും ജന്മനക്ഷത്രക്കല്ലുകളെക്കുറിച്ചുമൊക്കെ. അവ ഏതൊക്കെയാണ് എന്നും ഏതൊക്കെ രത്നങ്ങൾ ഏതെല്ലാം ഗ്രഹങ്ങളുമായിട്ട് എങ്ങനെയൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും നമ്മൾക്ക് ഈ വീഡിയോയിൽ പഠിക്കാം. ആദ്യമായിട്ട് രത്നങ്ങളുടെ പേരുകൾ ക്രമമായിട്ട് പറയാം. മാണിക്യം, മുത്ത്, പവിഴം, മരതകം, പുഷ്യരാഗം, വജ്രം, ഇന്ദ്രനീലം, ഗോമേതകം, വൈഡൂര്യം. ഈ 9 രത്നങ്ങളെയാണ് പൊതുവെ നവരത്നങ്ങളായിട്ട് പറയുന്നത്. ഇതിൽ പെടാത്ത അനേകം രത്നങ്ങളുണ്ട്, പക്ഷേ അതൊന്നും നവരത്നങ്ങളിൽ പെടുന്നവയല്ല. ഇനി ഓരോ ഗ്രഹത്തിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ രത്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അത് എങ്ങനെയൊക്കെയാണ് എന്ന് നോക്കാം. മാണിക്യം സൂര്യനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ചന്ദ്രൻ്റെ രത്നമാണ് മുത്ത്. പവിഴം ചൊവ്വയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മരതകം ബുധനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പുഷ്യരാഗം വ്യാഴവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വജ്രം ശുക്രനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ദ്രനീലം ശനിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഗോമേതകം രാഹുവുമായിട്ടും വൈഡൂര്യം കേതുവുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ 9 രത്നങ്ങൾക്ക് 9 അധിപഗ്രഹങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം ഉണ്ട്. ഇത്രയുമാണ് നവരത്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ഇരിക്കേണ്ടത്. പലപ്പോഴും പരിഹാര ഭാഗങ്ങളിലൊക്കെ നമ്മൾ ചില ഗ്രഹങ്ങളുടെ ദോഷങ്ങൾ കണ്ടാൽ ചില രത്നങ്ങൾ അണിയാൻ പറയാറുണ്ട്, അല്ലെങ്കിൽ ചില ബെനഫിറ്റിന് വേണ്ടിയിട്ടൊക്കെ രത്നങ്ങൾ അണിയാൻ പറയാറുണ്ട്. അത് ഏതൊക്കെ ഗ്രഹത്തിൻ്റെ ആനുകൂലം ഉണ്ടോ അല്ലെങ്കിൽ പ്രതികൂലമുണ്ടോ എന്നൊക്കെ അനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അത് നമ്മൾക്ക് അഡ്വാൻസ്ഡ് ക്ലാസ്സിൽ വിശദമായിട്ട് പഠിക്കാം. അടിസ്ഥാനപരമായിട്ട് ഈ 9 രത്നങ്ങളെക്കുറിച്ചും അവ ഏതൊക്കെ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ചും പഠിക്കുക. ഇനി നവരത്നങ്ങൾ കഴിഞ്ഞാൽ പഞ്ചലോഹങ്ങളെക്കുറിച്ചും നമ്മൾ പലരും കേട്ടിട്ടുണ്ടാകും. പഞ്ചലോഹങ്ങൾ എന്നാൽ സ്വർണം, വെള്ളി, ഈയം, ഇരുമ്പ്, ചെമ്പ്, ഇങ്ങനെയാണ്. ഇതിൽ ഓരോ ഗ്രഹത്തിനും ഓരോരോ ലോഹങ്ങളുമായിട്ടും ബന്ധമുണ്ട്. പഞ്ചലോഹങ്ങളിൽ ചെമ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് സൂര്യനും ചൊവ്വയുമാണ്. അതായത് ചെമ്പിൻ്റെ കാരകത്വം ഈ 2 ഗ്രഹങ്ങൾക്കും പറയാമെന്ന് സാരം. ശേഷം സ്വർണം ബന്ധപ്പെട്ടിരിക്കുന്നത് വ്യാഴവുമായിട്ടാണ്. വെള്ളി ബന്ധപ്പെട്ടിരിക്കുന്നത് ശുക്രനും ചന്ദ്രനുമായിട്ടാണ്. ഇരുമ്പിൻ്റെ കാരകത്വം ശനിക്കാണ്. ഈയത്തിൻ്റെ കാരകത്വം ബുധനാണ്. ഇങ്ങനെയാണ് പഞ്ചലോഹങ്ങളുടെ ഗ്രഹങ്ങളുമായിട്ടുള്ള ബന്ധം. പഞ്ചലോഹങ്ങളെപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാകും. പഞ്ചലോഹങ്ങളാൽ നിർമ്മിച്ച മോതിരം, അതുപോലെ വിഗ്രഹങ്ങൾ, അവയൊക്കെ നമ്മൾ പലരും കേട്ടിട്ടുള്ളതാണ്. അത് ജ്യോതിഷത്തിൽ പലപ്പോഴും ഫലപ്രവചനത്തിൽ, ദേവപ്രശ്നത്തിലൊക്കെ വളരെ ഉപകാരമാവും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിവരം എന്ന നിലയ്ക്ക് ഇവ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം പറഞ്ഞത്. ഇവിടെ ഇതിൽ പെടാത്ത ചില ലോഹങ്ങൾ ഉണ്ടാകും. ഉദാഹരണത്തിന് ഓട് ചില ആചാര്യന്മാർ ചന്ദ്രനുമായിട്ട് ബന്ധപ്പെടുത്തി പറയാറുണ്ട്. അതുപോലെ തന്നെ മെർക്കുറി, രസം എന്ന് പറയുന്ന ലോഹം, അത് ബുധനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയാറുണ്ട്. അതുപോലെ കറുത്തീയം ശനിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും ചില ആചാര്യന്മാർ പറയാറുണ്ട്. അതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ സ്വർണത്തിൻ്റെ കാരകത്വം സൂര്യനും കൊടുത്ത് കാണാറുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾക്ക് പഞ്ചലോഹവുമായിട്ട് ബന്ധപ്പെട്ട ആ രീതിയിലുള്ള ക്രമത്തിനാണ് പ്രാധാന്യം കൊടുത്ത് കാണുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ, നവരത്നങ്ങളും പഞ്ചലോഹങ്ങളും, അവയ്ക്ക് ഗ്രഹവുമായിട്ടുള്ള ബന്ധം,
ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ്. നന്നായി ഹൃദിസ്ഥമാക്കുക. ഇനി അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം നമ്മൾക്ക് കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം.